ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ കുറച്ചധികം പേര് റിക്വസ്റ്റ് ചെയ്തൊരു കിറ്റ്കാറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ സെയിൽ ചെയ്യുന്ന ഈ കിറ്റ്കാറ്റ് കേക്കിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ കേക്കിൻ്റെ സ്പഞ്ച് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം 1 മിനിറ്റോളം ഹൈ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഇപ്പോൾ ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1/4 കപ്പ് അളവിൽ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് വരെ എടുക്കാം. അപ്പോൾ അത് കുറച്ചായിട്ട് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ആയിട്ട് ഇതാ നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തിയാൽ ബീറ്റർ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തത് അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു ചെറിയ ചൂടുള്ള പാല് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തെടുക്കണം. അപ്പോൾ ഞാനിത് കുറച്ച് മുമ്പ് അരിച്ചെടുത്ത് മാറ്റിവെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതായത് 1/2 കപ്പ് അളവിൽ മൈദയും 2 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും. ഡാർക്ക് കൊക്കോ പൗഡറാണ്, അത് നോർമൽ കൊക്കോ പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല. 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് അരിച്ചെടുത്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണിത്. അപ്പോൾ നിങ്ങൾ ഈ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തതിന് മുൻപ് തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ബീറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 30 സെക്കൻഡൊക്കെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതും വളരെ ലോ സ്പീഡിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഹാർഡായിട്ട് പോകും. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയും സൈഡിലും ആയിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ നമുക്കൊരു 20 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് 20 മിനിറ്റ് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ ഡാർക്ക് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വിപ്പിംഗ് ക്രീം ചൂടാക്കി എടുക്കുമ്പം കൂടുതലായിട്ട് തീയിൽ ഇട്ട് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലല്ലേ നമ്മൾ ക്രീം എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ബ്രൗൺ നിറമായിട്ട് വരും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ ചൂടാക്കി എടുത്താൽ മതി. പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നു പാല് വെച്ചിട്ടൊക്കെ ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. ചെയ്തെടുക്കാനൊക്കെ പറ്റും, പക്ഷേ ആ വിപ്പിംഗ് ക്രീം വെച്ച് എടുക്കുന്ന ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ ക്രീം തന്നെയാണ് നല്ലത്. വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം യൂസ് ചെയ്തിട്ടും ഇതേപോലെ ഗനാഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ടിയുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ക്രീം ഫിയോണ വിപ്പിംഗ് ക്രീമാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് ക്രീം എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളത് പോയി കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ക്രീമല്ലോ ചെയ്തെടുക്കുന്നത്. ഒരല്പം ചോക്ലേറ്റ് ഗനാഷും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചോക്ലേറ്റ് ക്രീം ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു കേക്ക് ബോർഡ് എടുക്കുക. അതിലേക്ക് ഒരല്പം ക്രീം ആക്കി കൊടുക്കുക. എന്നിട്ട് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ചൂടൊക്കെ മാറിയതിന് ശേഷം ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് ഞാൻ ചെയ്തിട്ടുള്ളത് 1/2 കപ്പ് അളവിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടിയിട്ട് ചേർത്തെടുത്താൽ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയാകും. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോ ലെയറും നമുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ കേക്ക് ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ അധികം ക്രീം അപ്ലൈ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റ് ഗനാഷ് കൊണ്ടുള്ള കോട്ടിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ പുറമെ കിറ്റ്കറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ക്രീം കൂടി വെച്ചാൽ നമ്മുടെ കേക്കിൻ്റെ വെയിറ്റ് കൂടും. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 2 മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ. ഞാൻ ഫ്രീസറിലാണ് വെക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ കിറ്റ്കറ്റ് കേക്കിനായിട്ട് ഞാനിവിടെ 8 കിറ്റ്കറ്റ് എടുത്തിട്ടുണ്ട്. 1 kg കിറ്റ്കറ്റ് കേക്കിന് ഈ 8 കിറ്റ്കറ്റ് വലിയ കിറ്റ്കറ്റ് 20 റുപ്പീസിൻ്റെ കിറ്റ്കറ്റ് പാകമാണ്. അത് നമുക്ക് എടുക്കാം. അത് അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ട്രേ താഴെ വെച്ച് കൊടുക്കാം. എന്തെങ്കിലും വലിയ പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഇതേപോലെ നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ അങ്ങ് അപ്ലൈ ചെയ്താലാണ് നമുക്ക് നമ്മുടെ കിറ്റ്കാറ്റൊക്കെ ഇതിന് പുറമേ നല്ല സ്റ്റിക്കി ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കേക്ക് മുഴുവനായിട്ട് ഈ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ട് വരാം. പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പതിയെ വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ താഴെ അപ്ലൈ ചെയ്ത ക്രീമും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് മിക്സായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പാലറ്റ് നൈഫ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മുഴുവനും കളഞ്ഞിട്ട് ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ 1 മണിക്കൂറൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ കിറ്റ്കറ്റ് എല്ലാം കവറിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഒരു പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കിറ്റ്കാറ്റും ഇതേപോലെ നമ്മുടെ കേക്കിൻ്റെ ചുറ്റിലായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. നമ്മുടെ കിറ്റ്കാറ്റ് കേക്ക് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുകളിൽ ജംസ് ഇടുന്നതിന് പകരം ഇതുപോലെ നമ്മുടെ ബാക്കി വന്ന ഗനാഷിലേക്ക് വിപ്പിംഗ് ക്രീം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കിസ്സസ് ചോക്ലേറ്റ് വെക്കാനാണ് കസ്റ്റമർ പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് അത് കിട്ടിയില്ല. സോ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു രൂപത്തിൽ വിപ്പിംഗ് ക്രീം ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ പേര് എഴുതാനുള്ള ആ ഒരു ഭാഗം ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഭാഗവും ഞാൻ കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പേര് എഴുതുന്നത് ഫോണ്ടൻറ്റ് വെച്ചിട്ടാണ് എഴുതിയെടുക്കുന്നത്. അപ്പോൾ ഫോണ്ടൻറ്റ് വെക്കാനുള്ള സ്പേസ് ഒഴിച്ചിട്ടതിന് ശേഷം ആണ് ഞാൻ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുന്നത്. അപ്പം ബാക്കി ഇനി ഫോണ്ടൻറ്റ് വെച്ചതിന് ശേഷം ആ ബാക്കിയുള്ള ഭാഗം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും. പേരെഴുതാനായിട്ട് ഞാനിവിടെ ഷുഗർ ഫോണ്ടൻറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഗോൾഡൻ ഡസ്റ്റ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കിറ്റ്കറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഫോണ്ടൻറ്റ് ഇതിന് മുകളിലായിട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ഗ്യാപ്പ് വന്ന ഭാഗത്തേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടും ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ് വന്നിട്ട്. അപ്പോൾ ഈ കിറ്റ്കറ്റ് കേക്കിൻ്റെ റേറ്റ് വന്നിട്ട് 950 രൂപയാണ്. ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്ത കിറ്റ്കറ്റ് കേക്കിന് 850 രൂപയാണ് വാങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്